താണ്ടെ ഇരിക്കണം നമ്മുടെ മുതല്. ഇത് ഏത് കാറാണെന്ന് അറിയാവുന്നവർ ഒന്ന് കമന്റ് ചെയ്യണം. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് LOT എന്ന് പറയുന്ന ഒരു ഡ്രിഫ്റ്റ് കാറാണ്. നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇത് അൺബോക്സ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇത് കിട്ടിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഫസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തതാണ്, പിന്നെ രണ്ടാമത് വീഡിയോ ചെയ്യുകയാണ്. അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ ആദ്യം ഒരു RC ബുക്ക് പോലെ തന്നെ ഒരു ബുക്കായിട്ട് കിട്ടും. അതിൻ്റെ അകത്ത് ലൈസൻസ് ടു ഡ്രൈവ് ഫ്ലെയർ ട്രാക്ക് ഡ്രിഫ്റ്റർ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഒരു ഫ്ലെയർ ട്രാക്ക് ഡ്രിഫ്റ്ററിന്റെ ഒരു മാനുവലാണ്. സ്കാൻ ടു പ്ലേ. ഇതിൻ്റെ അകത്ത് നമുക്ക് ഗൈഡാണ്. അത് സ്കാൻ ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ഗൈഡും കാര്യങ്ങളും റീപ്ലേസ്മെന്റും ടയറൊക്കെ റീപ്ലേസ് ചെയ്യുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കിട്ടും. ഇതൊരു ഫ്ലെയറിന്റെ തന്നെ സ്റ്റോറി ഓഫ് എ ലെഗസി, പിന്നെ ഡീറ്റെയിൽസും ഒരു കാർട്ടൂൺ ടൈപ്പ്. അതിനകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ഡ്രോയിങ് ഉണ്ട്, അത് നമുക്ക് ഡ്രോ ചെയ്ത് നോക്കാം. താണ്ടെ ഇരിക്കണം നമ്മുടെ മുതല്. നമ്മളിത് ഓപ്പൺ ചെയ്തെടുക്കുകയാണ്. റിമോട്ട് എടുത്ത് ഇതാണ് 4 ടയർ, സ്പെയർ ടയർ കിട്ടുന്നത്. അതായത് ഗ്രിപ്പായിട്ടുള്ള ടയറാണിത്. അതിൽ ഓൾറെഡി കിടക്കുന്നത് ഡ്രിഫ്റ്റ് ചെയ്യാനുള്ള ടയറും ഇത് ഗ്രിപ്പ് ടയറുമാണ് സ്പെയർ ആയിട്ട് കിട്ടുന്നത്. ഇതാണ് ഇതിൻ്റെ റിമോട്ട് കൺട്രോൾ. 2.4 GHzന്റെ അത്യാവശ്യം നല്ല റേഞ്ചുള്ള ഒരു റിമോട്ട് കൺട്രോളാണ്. ഓപ്പൺ ചെയ്തെടുത്തു. ഇത് ഏത് കാറാണെന്ന് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇത് മിറ്റ്സുബിഷിയുടെ ഇക്ലിപ്സ് എന്ന് പറയുന്നൊരു മോഡലാണെന്ന് തോന്നുന്നു. അതല്ല, നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് റിമോട്ടുമായിട്ട് പെയറാവുന്നത് വരെ ഇതിങ്ങനെ ലൈറ്റ് ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ട്രാഫിക് സൈൻസ് ആണ്, അതായത് ബാരിക്കേഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. ഇത് ഇപ്പോൾ റിമോട്ടിൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് പെയറാവുന്നതായിരിക്കും. പെയറായി കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ആകും. ബാറ്ററി എല്ലാം ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്, നമ്മൾ സെപ്പറേറ്റ് വാങ്ങണ്ട. ഇതിൻ്റെ ഫ്രണ്ടിൽ മാത്രമാണ് ഷോക്കപ്സ് ഉള്ളത്. ഷോക്കപ്സിൽ ഒരു ഡിസ്പ്ലേ സ്പ്രിങ് പോലെ ഒരു മോട്ടറിൽ തന്നെ 4 വീലുമാണ് കിടക്കുന്നത്. 4 വീലും ഇതിൻ്റെ ഡ്രൈവാണ്. നോർമൽ മോഡല്ലാണ്ട് ഒരു പവർ മോഡ് കൂടിയുണ്ട്. അപ്പോൾ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ് ആവും അത് പ്രസ് ചെയ്യുമ്പോൾ. അതിന് പവർ മോഡായിട്ടാണ് വരുന്നത്. ഇത് റൈഡ് ചെയ്ത് നോക്കാം. ഓടിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങനെ കൺട്രോൾ കിട്ടില്ല, വണ്ടി പെട്ടെന്ന് ഇടിക്കും. അതായത് അത്യാവശ്യം പവർ ഉള്ളതുകൊണ്ട് അപ്പം നമുക്ക് ഇൻഡോർ പറ്റില്ല. നമുക്ക് അത്യാവശ്യം കുറച്ച് ഓടിച്ചിട്ട് നമുക്ക് ഏതായാലും ഔട്ട്ഡോർ ഒന്ന് ഓടിച്ച് നോക്കാം. ഫുൾ ടൈം 4 വീൽ ഡ്രൈവിലാണ് വണ്ടി റൺ ചെയ്യുന്നത്. ഇതിൽ എത്ര മോട്ടർ ഉണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം വണ്ടി ഇതൊന്ന് അഴിച്ച് നോക്കണം, എങ്കിലേ അറിയാൻ പറ്റുള്ളൂ. അത് അഴിക്കുന്ന വീഡിയോസ് ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇത് പർച്ചേസ് ചെയ്തത് ആമസോണിൽ നിന്നാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഈ പ്രൈസ് റേഞ്ചിൽ ഈ വണ്ടി വെർത്താണ്, അത്ര അടിപൊളിയാണ്. ഈ പ്രൈസ് റേഞ്ചിൽ ഇതുപോലത്തെ വണ്ടി കിട്ടില്ല. ഇങ്ങനെ കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ മറക്കാതെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും ഇതേപോലത്തെ പുതിയ വീഡിയോകളുമായി കാണാം.
നമ്മളുടെ വണ്ടി ഇപ്പൊ പട്ടി അടിച്ചോണ്ട് പോയതിനെ അതിട്ട് ഓടി വന്നതൊക്കെയാണ് പുറകെ.